നമ്മൾ സമയം അധികരിക്കുന്നുണ്ടെങ്കിൽ നിർത്താണ്. 2 സമയങ്ങൾ സൂക്ഷിക്കുക. 2 സമയം ദുആ ഉത്തരമുള്ള നേരം. അത് റമളാനിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതുമാ. ഒന്ന്, നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള നേരം. ഒന്നുകൂടി പാകിസ്ഥാനികളൊക്കെ നമ്മൾ ഈ ടെന്റിലും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നോമ്പുറക്കുന്ന നേരത്തൊക്കെ ഇരുന്നാൽ അവർ കാണാൻ മിണ്ടാതിരുന്ന ദിക്റും സ്വലാത്തും ഞാൻ നോമ്പുറക്കണ നേരത്ത്, അല്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പോ അത് ദുആഇന് ഉത്തരമുള്ള നേരാണ്. നമ്മൾ ആ നേരത്ത് ഭക്ഷണത്തെ പറ്റി ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് സെന്ററിലും നമ്മുടെ സംഘടനകളൊക്കെ KMCC ഒക്കെ ഒരുപാട് നോമ്പ് തുറ പരിപാടികളൊക്കെ നടത്തുന്നതാ. സംഘാടകരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഭയങ്കര കൂലിയുള്ള വിഷയമാണ്. ആ നേരത്തെ ഒച്ചപ്പാടൊക്കെ നിർത്തുക. ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ബാക്കിയുണ്ട്, സ്വലാത്തും ദിക്റും ചൊല്ലുക. ദുആഇന് ഉത്തരം കിട്ടുന്ന നേരം. അവിടെ നമ്മൾ ഭക്ഷണത്തിന്റെ അല്ല, ആ പൊതിയിലിപ്പോ എന്താ, അത് മട്ടനോ ചിക്കനോ, ഈ സമൂസ ഏത് ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കിയത്, അല്ല ഭക്ഷണപ്പ് എവിടുന്നാ വരുന്നത്, ഇതൊക്കെ എന്തിനാ? അത് എന്തായാലും അത് വരിക്കേ ചക്കയെന്ന് ചോദിച്ചു കൊണ്ട് അങ്ങനെ ഉണ്ടെന്ന്, എന്ത് കിട്ടിയാലും തിന്നും. എന്നാലും ചോദിക്കുന്നത് വരിക്കാണോ പഴാണോ? വരിക്ക ചക്ക, അങ്ങനെ രണ്ടിനും മുപ്പർക്ക് കോളാണ്. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞ് സമയം കളയരുത്. അത് ദുആ ചെയ്യാനുള്ള നേരാണ്. അത് ദുആ ചെയ്യാനുള്ള നേരമാണ്. ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഉ മിനൻ നാർ. ഓരോ നോമ്പ് തുറക്കുന്ന നേരത്തും ഒരുപാട് ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു നേരം സുബഹിന്റെ മുമ്പുള്ള നേരം, അത്താഴം കഴിഞ്ഞ് സുബഹി ബാങ്ക് കൊടുക്കാനുള്ള നേരം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹു ആകാശലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രയോഗം ഹദീസിലുണ്ട്. അള്ളാഹു ഫിസിക്കലി വരും എന്നല്ല അതിനർത്ഥം. അള്ളാഹുവിന്റെ റഹ്മത്ത് അത്രക്ക് അവന്റെ ഇബാദയിലേക്ക് അടുത്തു വരുമെന്നാണ്. ചോദിച്ചോളൂ ഞാൻ തരാം, പൊറുക്കെന്ന് ചോദിച്ചോ ഞാൻ പുറത്തു തരാം എന്ന് അള്ളാഹു പറയുന്ന രാത്രിയാണ്. ഈ രാത്രിയുടെ സമയമാണ് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം. ഈ 2 സമയവും പരിശുദ്ധ റമളാനിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത്. ദുആ ഇറക്കുക. ആ നേരത്തെ ഒച്ചപ്പാട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ മിണ്ടാതെ പാസ് ചെയ്യുക. എന്തിനാ വർത്തമാനം പറയേണ്ട ആവശ്യം അവിടെ? മിണ്ടാതെ കാര്യങ്ങളൊക്കെ നടത്തുക. ഭംഗിയിൽ നോമ്പ് അങ്ങനെ റാഹത്തായി കിട്ടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ റമളാൻ, ഒരു റമളാന് കിട്ടാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് അത് ഒരുപാട് റമളാനാക്കി മാറ്റുക. നമ്മൾ ഒരുപാട് റമളാൻ കുറച്ചു, അതെങ്ങനെ ഒരു റമളാൻ കൂടെ ഏറെ കിട്ടുന്നു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.